ആദ്യ പുസ്തകം അധ്യായം 38. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമീൻ. അക്കാലത്ത് യഹൂദ തൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ നിന്ന് ഇറങ്ങി ഹീര എന്നു പേരുള്ള അദ്ലാമ്യനായ മനുഷ്യന്റെ അടുക്കിലേക്ക് പോയി. യഹൂദ അവിടെ ശൂവ് എന്നു പേരായ ഒരു കനാന്യന്റെ മകളെ കണ്ട് അവളെ സ്വീകരിച്ച് അവളുടെ അടുക്കൽ ചെന്നു. അവൾ ഗർഭിണിയായി അവനൊരു മകനെ പ്രസവിച്ചു. അവന് ഈർ എന്ന് പേരിട്ടു. അവൾ വീണ്ടും ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അവന് ഊനാൻ എന്ന് പേരിട്ടു. അവൾ വീണ്ടും ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ അവൻ യോസീഹിൽ ആയിരുന്നു. അവന് ശേല എന്ന് പേരിട്ടു. യഹൂദ താമാർ എന്നു പേരായ ഒരു സ്ത്രീയെ തൻ്റെ ആദ്യജാതൻ ഊരിനു വേണ്ടി എടുത്തു. ഊർ ദൈവം മുമ്പാകെ ദുഷ്ടനായിരുന്നതിനാൽ കർത്താവ് അവനെ മരിപ്പിച്ചു. യഹൂദ തൻ്റെ മകൻ ഊനാനോട്, നിന്റെ സഹോദരന്റെ ഭാര്യയുടെ അടുത്ത് ചെന്ന് ദേവരധർമ്മം നിർവഹിച്ച് സഹോദരന് വേണ്ടി സന്തതിയെ നിലനിർത്തുക എന്ന് പറഞ്ഞു. ആ സന്തതി തൻ്റേതായിരിക്കുകയില്ല എന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ സഹോദര ഭാര്യയുടെ അടുത്ത് ചെന്നപ്പോൾ സഹോദരന് സന്തതിയെ നിലനിർത്താതിരിക്കേണ്ടതിന് അത് നിലത്ത് വീഴ്ത്തിക്കളഞ്ഞു. അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായി. അതിനാൽ അവനെയും മരിപ്പിച്ചു. യഹൂദ തൻ്റെ മരുമകൾ താമാറിനോട്, എൻ്റെ മകൻ ശേല വളരും വരെ നീ നിന്റെ അപ്പൻ്റെ വീട്ടിൽ വൈധവ്യം ആചരിക്കുക എന്ന് പറഞ്ഞു. എന്തെന്നാൽ അവനും തൻ്റെ സഹോദരന്മാരെ പോലെ മരിച്ചു പോയേക്കും എന്ന് അവൻ വിചാരിച്ചു. താമാർ തൻ്റെ അപ്പൻ്റെ വീട്ടിൽ പോയി പാർത്ത് ഏറെ നാൾ കഴിഞ്ഞു. ശൂവിൻ്റെ പുത്രി യഹൂദയുടെ ഭാര്യ മരിച്ച് വിലാപകാലം കഴിഞ്ഞ് യഹൂദായും അവൻ്റെ സ്നേഹിതൻ അതുലാമ്യനായ ഹീറായും തിപ്നാദിൽ ആടുകളെ രോമം കത്രിക്കുന്നവരുടെ അടുക്കിലേക്ക് പോയി. തൻ്റെ അമ്മായിയപ്പൻ ആടുകളെ രോമം കത്രിക്കുന്നതിന് തിമ്നാദിലേക്ക് പോകുന്നു എന്ന് താമാറിന് അറിവ് കിട്ടി. അവൾ തൻ്റെ വൈധവ്യ വസ്ത്രം മാറ്റി മൂടുപടം കൊണ്ട് സ്വയം മൂടിപ്പുതച്ചു തിമ്നാദിലേക്കുള്ള വഴിക്കവലയ്ക്കൽ ഇരുന്നു. എന്തെന്നാൽ ശേല വളർന്നിട്ടും തന്നെ അവന് കൊടുക്കുന്നില്ല എന്ന് അവൾ കണ്ടു. യഹൂദ അവളെ കണ്ടു അവൾ ഒരു വേശ്യ എന്ന് കരുതി. എന്തെന്നാൽ അവൾ തൻ്റെ മുഖം മൂടിയിരുന്നു. അത് തൻ്റെ മരുമകൾ എന്ന് അവൻ അറിയാതിരുന്നതിനാൽ വഴിവയ്ക്കിൽ അവളുടെ അടുത്തേക്ക് തിരിഞ്ഞു. വരിക, ഞാൻ നിന്നോടുകൂടി ശയിക്കട്ടെ എന്ന് പറഞ്ഞു. നീ എന്നോടുകൂടി ശയിക്കുന്നതിന് നീ എനിക്കെന്ത് തരും എന്ന് അവൾ ചോദിച്ചു. ഞാൻ ആട്ടിൻ പറ്റത്തിൽ നിന്ന് ഒരാട്ടിൻകുട്ടിയെ കൊടുത്തയക്കാം എന്ന് അവൻ പറഞ്ഞു. നീ അതിനെ അയക്കുവോളം എനിക്ക് ഒരു പണയം തരുമെങ്കിൽ എന്ന് അവൾ പറഞ്ഞു. പണയമായി ഞാൻ നിനക്ക് എന്ത് തരണം എന്ന് അവൻ ചോദിച്ചതിന്, നിന്റെ കയ്യിലെ മുദ്രമോതിരവും തൂവാലയും വടിയും എന്ന് അവൾ പറഞ്ഞു. അവൻ അത് കൊടുത്ത് അവളോടുകൂടി ശയിക്കുകയും അവൾ അവനിൽ നിന്ന് ഗർഭം ധരിക്കുകയും ചെയ്തു. അവൾ എഴുന്നേറ്റ് പോയി മൂടുപടം മാറ്റി വൈധവ്യ വസ്ത്രം ധരിച്ചു.
ആ സ്ത്രീയുടെ പക്കൽ നിന്ന് പണയം തിരിച്ചു വാങ്ങേണ്ടതിന് യഹൂദ തൻ്റെ സ്നേഹിതനായ അദൂരാമിൻ വശം ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചു. എന്നാൽ അവൻ അവളെ കണ്ടെത്തിയില്ല. അവൻ ആ ദേശത്തെ ആളുകളോട്, ഈ വഴി കവലക്കൽ ഇരുന്ന വേശ്യ എവിടെ എന്ന് ചോദിച്ചു. ഇവിടെ വേശ്യ ഇല്ല എന്ന് അവർ പറഞ്ഞു. അവൻ യഹൂദയുടെ അടുക്കൽ തിരിച്ചെത്തി, ഞാൻ അവളെ കണ്ടെത്തിയില്ല, ഇവിടെ വേശ്യ ഇല്ല എന്ന് ആ ദേശക്കാർ പറയുകയും ചെയ്തു എന്ന് അവൻ പറഞ്ഞു. എനിക്ക് ആക്ഷേപം ഉണ്ടാകാതിരിക്കുന്നതിനു വേണ്ടി അവൾ അത് എടുത്തു കൊള്ളട്ടെ. ഞാൻ ഈ ആട്ടിൻകുട്ടിയെ കൊടുത്തയച്ചുവല്ലോ, എന്നാൽ നീ അവളെ കണ്ടെത്തിയില്ല എന്ന് യഹൂദ പറഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോൾ ഇതാ നിന്റെ മരുമകൾ താമാർ പരസംഗം ചെയ്തു പരസംഗത്താൽ ഗർഭിണിയായിരിക്കുന്നു എന്ന് യഹൂദയോട് അറിയിക്കപ്പെട്ടു. അവളെ പുറത്താക്കി ചുട്ടുകളവിൻ എന്ന് യഹൂദ പറഞ്ഞു. അവർ അവളെ പുറത്താക്കുമ്പോൾ അവൾ തൻ്റെ അമ്മായി അപ്പനെ വിളിപ്പിച്ചു പറഞ്ഞത്, ഇവ ആരുടേതാണോ ആ പുരുഷനിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായിരിക്കുന്നത്. ഈ മോതിരവും തൂവാലയും വടിയും ആരുടേതെന്ന് പരിശോധിച്ചറിയുക. അവൻ അവ തിരിച്ചറിഞ്ഞു. അവൾ എന്നേക്കാൾ നീതിയുള്ളവൾ. ഞാൻ അവളെ എൻ്റെ മകൻ ശേലാക്ക് കൊടുത്തില്ലല്ലോ എന്ന് യഹൂദ പറഞ്ഞു. പിന്നെ ഒരിക്കലും അവൻ അവളെ പരിഗ്രഹിച്ചില്ല. അവളുടെ പ്രസവ സമയമായപ്പോൾ ഇതാ അവളുടെ ഉദരത്തിൽ ഇരട്ടക്കുട്ടികൾ. ഒരു കുഞ്ഞ് കൈനീട്ടിയപ്പോൾ സൂതികൾ ഗർഭിണി ഒരു ചുവന്ന ചരട് എടുത്ത് അവൻ്റെ കയ്യിൽ കെട്ടി, ഇവനാണ് ആദ്യം പുറത്തു വന്നത് എന്ന് അവൾ പറഞ്ഞു. അവൻ കൈ തിരികെ വലിച്ചപ്പോൾ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. നിനക്ക് വേണ്ടി നീ ഒരു വിള്ളൽ തുറന്നതെന്ത് എന്ന് പറഞ്ഞ് അവൾ അവന് പോറേസ് എന്ന് പേര് വിളിച്ചു. പിന്നീട് കൈമേൽ ചുവന്ന ചരടുള്ള അവൻ്റെ സഹോദരൻ പുറത്തു വന്നു. അവൾ അവന് സോറഹ് എന്ന് പേര് വിളിച്ചു. ദൈവമേ സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു പാർക്കുമോർ.